بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ആമീൻ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, മുസ്തലഹുൽ ഹദീസിൽ തുടക്കക്കാർ പഠിക്കുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ആദ്യത്തിൽ പഠിക്കുന്ന ഗ്രന്ഥമായ അൽ മൻദൂമത്തുൽ ബൈഖൂനി റഹിമഹുല്ലാ എഴുതിയ ഒരു കവിത മുസ്തലഹുൽ ഹദീസിൽ അടിസ്ഥാനപരമായിട്ട് അല്ലെങ്കിൽ ഹദീസ് നിദാന ശാസ്ത്രത്തിൽ അടിസ്ഥാനപരമായിട്ട് ഉപയോഗിച്ചു വരാറുള്ള സാങ്കേതിക പദങ്ങളെ 34ഓളം സാങ്കേതിക പദങ്ങളെ പരിചയപ്പെടുത്തുന്ന 34 ബൈത്തുകളുള്ള ഒരു കവിതയാണ് നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദർസിൽ എന്താണ് മുസ്തലഹുൽ ഹദീസ് അല്ലെങ്കിൽ ഉസൂലുൽ ഹദീസ് എന്നതിനെക്കുറിച്ചുള്ള ആമുഖവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു, ഹദീസുമായി ബന്ധപ്പെട്ട അറിവ് 2 തരത്തിലാണുള്ളത്: ഇൽമുൽ ഹദീസി റിവായത്തൻ, ഇൽമുൽ ഹദീസി ദിറായത്തൻ. ഇൽമുൽ ഹദീസി റിവായത്തൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവൃത്തി, അംഗീകാരം, സ്വഭാവപരമായിട്ടോ സൃഷ്ടിപ്പുപരമായിട്ടോ ഉള്ള വിശേഷണങ്ങൾ, അതിനെക്കുറിച്ചുള്ള പഠനങ്ങളാണ് പൊതുവെ ഇൽമുൽ ഹദീസി റിവായത്തൻ. ഹദീസ് എന്ന് പറയുമ്പോൾ അതാണ് ആ ഹദീസുകളുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നതിനും അതിൽ വന്നിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിനൊക്കെയാണ് ഇൽമുൽ ഹദീസ് റിവായത്തൻ എന്ന് പറയാറുള്ളത്. ഇൽമുൽ ഹദീസ് ദിറായത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വന്നിട്ടുള്ള ഈ റിവായത്തുകൾ അതിൻ്റെ സനദ് പരിശോധിക്കുകയും, അഥവാ സനദ് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. ഒരു ഹദീസിന് 2 കാര്യങ്ങളാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. സനദും ഉണ്ടാകും, മറ്റൊന്നും ഉണ്ടാകും. സനദ് എന്ന് പറഞ്ഞാൽ ആരാണോ ഈ ഹദീസ് ക്രോഡീകരിച്ചിട്ടുള്ളത് ആ മുഹദ്ദിസ്, ഇപ്പൊ ഇമാം ബുഖാരിയാണ് ഒരു ഹദീസ് അദ്ദേഹത്തിന്റെ കിതാബിൽ കൊടുത്തിട്ടുള്ളത് എങ്കിൽ ആ ഇമാം ബുഖാരി വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ എത്തുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹാബി കേട്ടു, സഹാബിയിൽ നിന്ന് താബിഈ, താബിഈ, ശിഷ്യന്മാർ, അങ്ങനെ എത്തുന്ന ആ ചങ്ങലക്കാണ് സനദ് എന്ന് പറയുന്നത്. സിൽസിലത്തുർ റിജാൽ, ആ ആളുകളുടെ ചങ്ങലക്ക്. അങ്ങനെ അതിനുശേഷം വരുന്ന വാക്കിനാണ്, എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക്, അതിനാണ് മത്ന് എന്ന് പറയുക. ഈ 2 കാര്യങ്ങൾ അത് സ്വീകാര്യമാണോ അല്ല തള്ളപ്പെടേണ്ടതാണോ, അതിൽ ഓരോ വ്യക്തി അത് സ്വീകാര്യമാണോ അല്ല തള്ളപ്പെടേണ്ടതാണോ, അല്ലെങ്കിൽ ഈ സനദ് അത് കണ്ണു ചേർന്ന് വന്നിട്ടുള്ളതാണോ, ഇടയിൽ മുറിഞ്ഞു പോയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെ പഠിക്കുന്നതിനാണ് ഇൽമുൽ ഹദീസി ദിറായത്തൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനെ ഉസൂലുൽ ഹദീസ്, മുസ്തലഹുൽ ഹദീസ് എന്നീ പേരിലൊക്കെ അറിയപ്പെടാറുണ്ട്. ഇസ്തലഹ എന്നുള്ള പദത്തിന്റെ പൊതുവെയുള്ള അർത്ഥം ഇജ്തമഅ എന്നുള്ള അർത്ഥത്തിൽ, അഥവാ ഒരുമിച്ച് കൂടുന്നു എന്നുള്ളത്. അഥവാ ഒരു സംഘം ആളുകൾ ചില പദങ്ങളെ ചില പ്രത്യേക അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതിനാണ് ഇസ്തിലാഹ് എന്ന് പറയുന്നത്. അഥവാ ഒരു വിഭാഗം പണ്ഡിതന്മാർ ഇന്ന ഒരു പദത്തെ അവർ ഉപയോഗിക്കുന്നത് ഇന്ന അർത്ഥത്തിലാണ്, അങ്ങനെ ആ കൂട്ടർ ഈ പദം ഈ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അതിനെയാണ് ഇസ്തിലാഹി ആയിട്ടുള്ള അർത്ഥം എന്ന് പറയാം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ റഫ്അ എന്ന് പറയും. നെഹ്വിന്റെ പണ്ഡിതന്മാർ റഫ്അ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇഅറാബാണ്. നമ്മൾ സാധാരണ മനസ്സിലാവാൻ വേണ്ടിയിട്ട്, അറബി ഭാഷ അറിയാത്തവർക്ക് മനസ്സിലായി ഈ ബൊമ്മൊക്കെ ഇടുമല്ലോ, അത് റഫ്അന്റെ അടയാളമായിട്ടാണ് ഇടുക. എന്നാൽ ഹദീസിന്റെ പണ്ഡിതന്മാർ റഫ്അ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർക്കപ്പെട്ട മർഫൂ ആയ ഹദീസ് എന്നാണ് അതിന്റെ അർത്ഥം വരിക. അപ്പൊ ഭാഷാ പണ്ഡിതന്മാർക്കിടയിൽ റഫ്അ എന്നുള്ളതിന്റെ ഇസ്തിലാഹാത്ത് എന്താണ്? ഇഅറാബിന്റെ ഒരവസ്ഥയാണ്. ഹദീസ് പണ്ഡിതന്മാർക്കിടയിൽ റഫ്അ എന്ന് പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചേർക്കപ്പെട്ട ഹദീസിനാണ് പറയുക. അപ്പോൾ ഒരു പദം അത് ഈ വിഭാഗം പണ്ഡിതന്മാർ, ഹദീസിന്റെ പണ്ഡിതന്മാർ എന്തർത്ഥത്തിലാണോ അതിനെ മനസ്സിലാക്കുന്നത് അത് പഠിക്കുന്നതിനാണ് മുസ്തലഹുൽ ഹദീസ് എന്ന് പറയാറ്. ഉസൂൽ ഹദീസ്, മുസ്തലഹുൽ ഹദീസ്, ഉലൂമുൽ ഹദീസ് എന്നീ പേരുകളൊക്കെ ഈ ഒരു ഫന്നിന് പറയാറുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞ വിഷയം ഇതൊരു തുടർന്ന് പഠിക്കേണ്ടത് കൊണ്ടാണ് കഴിഞ്ഞ ദർസിൽ പറഞ്ഞ കാര്യങ്ങളെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാതെയുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കിതാബാണെങ്കിൽ ഓരോ വിഷയം പറഞ്ഞു പോയാൽ മതിയാകും. ഇതിങ്ങനെ മനസ്സിലാക്കാനും ഒരു ഓർമ്മ പുതുക്കാനുമാണ് കഴിഞ്ഞ ദർസിൽ പറഞ്ഞതിനെ ചുരുങ്ങിയ രീതിയിൽ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നത്.
പിന്നെ നമ്മൾ പറഞ്ഞ വിഷയം എന്താണ് ഈ ഒരു ഫന്നിന്റെ അല്ലെങ്കിൽ ഈ ഒരു പഠനശാഖയുടെ ആരംഭത്തിനുള്ള കാരണം എന്ന് കാര്യങ്ങൾ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനമായ ചില ആയത്തുകളെയും ചില ഹദീസുകളെയും പറഞ്ഞു. ആദ്യമായി ഒരു റിവായത്തിനെ സ്ഥിരപ്പെടുത്തിയ ഒരു സംഭവം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നത് ഉദ്ധരിക്കുകയുണ്ടായി. ഇമാം അദ്ദഹബി റഹിമഹുള്ള ആ ഒരു സംഭവത്തെ പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ആണ് ആദ്യമായി ഒരു റിവായത്തിനെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് അന്വേഷിച്ചത് എന്ന നിലക്കൊക്കെ പറഞ്ഞു. പിന്നീട് അന്നെല്ലാം ഹദീസുകൾ ഇങ്ങനെ കേട്ടാൽ സ്വീകരിക്കുമായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അസർ നമ്മൾ വായിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞാൽ കേട്ടാൽ മതി, അപ്പൊ തന്നെ എന്താണ് എന്ന് ശ്രദ്ധിച്ച് കേൾക്കുമായിരുന്നു. പിന്നീട് ധാരാളം സഹാബികളുടെ അവസാന കാലത്ത് തന്നെ പല പിഴച്ച വിഭാഗങ്ങളും ഫിത്നകളും പുറപ്പെട്ട സമയത്ത് അവരവരുടെ ഭാഗങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി അവരവർ ഹദീസുകൾ കെട്ടിച്ചമക്കാൻ തുടങ്ങി. പ്രത്യേകിച്ചും റാഫിദികൾ അഥവാ ശിഈ വിഭാഗക്കാർ, അങ്ങനെ ഖവാരിജികളാവട്ടെ ഖദരിയാക്കളാവട്ടെ പിഴച്ച വിഭാഗങ്ങൾ അന്ന് വന്നു തുടങ്ങിയവർ അവരുടെ വിശ്വാസത്തെയും അവരുടെ ആവശ്യങ്ങളെ ന്യായീകരിക്കാൻ ഹദീസുകളെ കെട്ടിച്ചമക്കാനും അതുപോലെ ഇല്ലാത്ത ഹദീസുകൾ പറയാനും അങ്ങനെയൊക്കെ തുടങ്ങി. ആ ഒരു സന്ദർഭത്തിൽ ഒരു ഹദീസ് ഒരാൾ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇത് എവിടുന്നാണ് കിട്ടിയത്, ഇത് ആരിൽ നിന്നാണ് കേട്ടത്, ഇതെങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എത്തുന്നത് എന്ന് അന്വേഷിക്കാനും ചോദിക്കാനും തുടങ്ങി. അങ്ങനെയാണ് പിന്നീട് നമ്മൾ പറഞ്ഞത് മുഹമ്മദ് ഇബ്നു സിരീൻ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ പ്രശസ്തമായൊരു വാക്ക്, ഇന്ന ഹാദൽ ഇൽമ ദീനുൻ ഫൻദുറൂ അമ്മൻ തഖുദൂന ദീനകും എന്നുള്ള ആ ഒരു റിവായത്ത് പറഞ്ഞത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറ്റൊരു അസർ കാണാം. അദ്ദേഹം വളരെ ശ്രദ്ധയോടുകൂടി ഒരു കാര്യത്തെ പറഞ്ഞൊരു അസറാണ് മുഹമ്മദ് ഇബ്നു സീരീൻ. അദ്ദേഹം ആദ്യകാലത്ത് ഈ ഹദീസുകൾ ഇല്ലാത്ത ഹദീസുകളെ ചേർക്കുന്നിടത്ത് വളരെയധികം പ്രതിരോധിച്ചിട്ടുള്ള ഹദീസുകളെല്ലാം മുത്തസിലാണോ കണ്ണി ചേർന്നതാണോ എന്ന് പരിഗണിക്കുന്നതിൽ വളരെയധികം പരിശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു വാക്ക് കാണാം, ലം യകൂനു യസ്അലൂന അനിൽ ഇസ്നാദി ഫലമ്മ വഖഅത്തിൽ ഫിത്ന. ആദ്യകാലത്ത് സനദിനെ പറ്റി ചോദിക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ ഫിത്നകൾ പുറപ്പെട്ടു തുടങ്ങിയപ്പോൾ ഖാലു സുമ്മൂലന റിജാലക്കും, ഒരാൾ ഹദീസ് പറയുമ്പോൾ ചോദിക്കും ഈ ഹദീസിന്റെ ആളുകൾ ആരൊക്കെയാണ്, ഇതിന്റെ സനദ് എന്താണ് ചോദിക്കാൻ തുടങ്ങി. ഫയൻദുർ ഇലാ അഹ്ലി സുന്ന ഫയുഖദു ഹദീസുഹും, അതിലുള്ള ആളുകൾ അഹ്ലുസുന്നയിൽപ്പെട്ട ആളുകളാണ് എങ്കിൽ ആ ഹദീസിനെ ഞങ്ങൾ സ്വീകരിക്കാറുണ്ടായിരുന്നു. വയൻദുർ ഇലാ അഹ്ലിൽ ബിദ്അ ഫലാ യുഖദു ഹദീസുഹും, അഹ്ലു ബിദ്അ അല്ലെങ്കിൽ ഏതെങ്കിലും ബിദ്അത്തുകാർ അവരുടെ ബിദ്അത്തിനെ സ്ഥാപിക്കുന്ന ഹദീസായിട്ടാണ് അത് പറഞ്ഞത് എങ്കിൽ ആ ഹദീസിനെ ഞങ്ങൾ സ്വീകരിക്കാറുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത് കാണാം. ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ദർസിൽ നാം സൂചിപ്പിച്ചത്. ഇനി ഈ ഒരു ഹദീസുകൾ പറഞ്ഞല്ലോ, സ്വഹാബികളുടെ കാലത്താവട്ടെ താബിഈങ്ങളുടെ ആദ്യകാലത്താവട്ടെ അവർ ആ ഹദീസുകളെ പറഞ്ഞുകൊണ്ടും കേട്ടുകൊണ്ടും പഠിക്കുകയുണ്ടായിരുന്നു. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ആദ്യകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് എഴുതാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ഖുർആൻ മാത്രമേ എഴുതി വെക്കാറുണ്ടായിരുന്നുള്ളൂ. കാരണം ഹദീസും ഖുർആനും കൂടിക്കലരാതിരിക്കാൻ വേണ്ടി. പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾക്ക് എന്താണ് ഖുർആൻ എന്താണ് ഹദീസ് എന്ന് വേർതിരിച്ച് മനസ്സിലാകാൻ തുടങ്ങിയ ഘട്ടമായപ്പോൾ ഹദീസുകൾ എഴുതി വെക്കാൻ പറഞ്ഞു. അതിൽ ചില സഹാബികൾ ഹദീസുകൾ എഴുതി വെച്ച് പഠിക്കാറുണ്ടായിരുന്നു. ചില സഹാബികൾ ഹദീസുകൾ ഹിഫ്ളാക്കിക്കൊണ്ട് പഠിക്കാറുണ്ടായിരുന്നു. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അധികവും ഹദീസുകൾ ഹിഫ്ളാക്കിക്കൊണ്ട് പഠിക്കുന്ന രീതിയായിരുന്നു. അബൂ ദർദാ റളിയല്ലാഹു അൻഹു ആണെങ്കിലോ ഹദീസുകൾ എഴുതി വെച്ചുകൊണ്ട് പഠിക്കുന്ന ആളായിരുന്നു. അങ്ങനെ രണ്ട് രീതിയിലുണ്ടായിരുന്നു. ഹദീസുകൾ അന്ന് തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കുറഞ്ഞ രീതിയിൽ. പക്ഷെ അധികവും ഹദീസുകൾ ആളുകൾ ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്ത് അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അത്ബാഉ താബിഈന്റെ കാലഘട്ടത്തിൽ അഥവാ താബിഈങ്ങൾക്ക് ശേഷമുള്ള ആ കാലഘട്ടത്തിൽ ഏകദേശം ഹിജ്റ 100 മുതൽ 200 വരെയുള്ള ആ കാലഘട്ടത്തിൽ പലരും ഹദീസുകളെ ക്രോഡീകരിച്ച് എഴുതാൻ ആരംഭിച്ചു. അതിൽ അറിയപ്പെട്ട ചില കിതാബുകളാണ് അൽ ജാമിഅ് വസ്സുനൻ ലി അബ്ദുൽ മലിക് ഇബ്നു അബ്ദുൽ അസീസ് ഇബ്നു ജുറൈജ്. അത്ബാഉ താബിഈങ്ങളിൽപ്പെട്ട ഹിജ്റ 150 കാലത്തിൽ ജീവിച്ച അബ്ദുൽ മലിക് ഇബ്നു അബ്ദുൽ അസീസ് ഇബ്നു ജുറൈജ് അദ്ദേഹത്തിന്റെ അൽ ജാമിഅ് എന്ന പേരിൽ അസ്സുനൻ എന്നുള്ള പേരിൽ ഹദീസ് കിതാബുകളുണ്ട്. അതുപോലെ മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു യസാർ അദ്ദേഹത്തിന്റെ ജാമിഅ് ഉണ്ട്. മുഅമ്മർ ഇബ്നു റാഷിദ് അദ്ദേഹത്തിന്റെ അൽ ജാമിഅ് ഉണ്ട്. ജാമിഅ് എന്ന ഹദീസ് ക്രോഡീകരിച്ചത്. അതുപോലെ തന്നെ സുഫിയാൻ ഇബ്നു സഈദ് അസ്-സൗരി അദ്ദേഹത്തിന്റെ ഒരു ജാമിഅ് ഉണ്ട്. ഇബ്നു മുബാറക് റഹിമഹുള്ളയുടെ മുസ്നദ് ഉണ്ട്. അങ്ങനെ പലരും ഹദീസുകളെ ക്രോഡീകരിച്ച് വെക്കാൻ തുടങ്ങി. അവരുടെ കിതാബുകളായിട്ടൊക്കെ ക്രോഡീകരിച്ച് വെക്കാൻ തുടങ്ങി. അത് ആ കാലത്ത് നീണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ കാലത്തും ഈ മുസ്തലഹുൽ ഹദീസ് അല്ലെങ്കിൽ ഹദീസിനെ സ്വീകരിക്കുന്ന ഈ നിയമങ്ങൾ അതെന്തൊക്കെയാണ്, അതെങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കൃത്യമായൊരു ഗ്രന്ഥത്തിൽ ക്രോഡീകരിച്ചിട്ടില്ല എങ്കിൽ കൂടി
പണ്ഡിതന്മാർക്കിടയിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചയും അതിനെക്കുറിച്ചുള്ള സംസാരവും പഠനവും എല്ലാം ഉണ്ടായിരുന്നു. ആ ഹദീസുകൾ ഇന്ന രീതിയിൽ സ്വീകരിക്കേണ്ടതാണ്, ഇന്ന രീതിയിൽ തള്ളപ്പെടേണ്ടതാണ്, ഇത് മൗഖൂഫാണ്, ഇത് മുൻകറാണ് എന്ന ഹദീസിന്റെ പദപ്രയോഗങ്ങൾ അന്ന് ഉപയോഗത്തിലുണ്ടായിരുന്നു. അത് പണ്ഡിതന്മാർക്കിടയിൽ ഇപ്പോൾ ഇമാം മാലിക് ബിൻ അനസ് ആവട്ടെ, ശുഅബ ബിൻ ഹജ്ജാജ് ആവട്ടെ, സുഫിയാൻ തൗരി, അതുപോലെ ലൈത്ത് ബിൻ സഅദ്, അതുപോലെയുള്ള പണ്ഡിതന്മാർക്കിടയിൽ ആ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കാലത്തിന് ശേഷം ഹിജറ 200 മുതൽ 300 വരെയുള്ള കാലഘട്ടം ഹദീസിന്റെ ലോകത്ത് സുവർണ കാലഘട്ടം എന്നെല്ലാം പണ്ഡിതന്മാർ പറയുന്ന വളരെ മഹത്തായിട്ട രീതിയിൽ ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ട ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഹിജറ 241 വഫാത്താകുന്നത്. അദ്ദേഹം മുസ്നദ്, അതുപോലെ യഹ്യ ഇബ്നു മുഈൻ, അലി ഇബ്നു മദീനി ഹദീസിൽ അറിയപ്പെട്ട പണ്ഡിതനാണ്. ഇമാം ബുഖാരി വരെ പറഞ്ഞിട്ടുണ്ട്, അലി ഇബ്നു മദീനിയെ പോലെ ഹദീസിൽ അറിവുള്ള അല്ലെങ്കിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരാളില്ല എന്ന്. അത്രയധികം ഹദീസിൽ അറിവുള്ള ആളായിരുന്നു. അതുപോലെ ഇമാം ബുഖാരിയുടെ ഉസ്താദായിട്ടുള്ള അൽ ഹുമൈദി അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ, അതുപോലെ അബൂബക്കർ ഇബ്നു അബീ ശൈബ, ഇസ്ഹാഖ് ഇബ്നു റാഹ്വൈ, വഅംർ ഇബ്നു അലി അൽ ഫല്ലാസ്, അങ്ങനെ ധാരാളം ആളുകൾ ഹദീസിന്റെ കിതാബുകൾ ക്രോഡീകരിച്ച കാലമായിരുന്നു. അതിന്റെ അവസാനത്തിൽ തന്നെ ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം തിർമിദി, അതുപോലെ ഇമാം നസായി, അതുപോലെ ഹദീസ് ഗ്രന്ഥങ്ങൾ, ഉമ്മഹാത്തുൽ കുതുബ് എന്ന ഹദീസിന്റെ ലോകത്ത് പറയുന്ന ഹദീസ് ഗ്രന്ഥങ്ങൾ ക്രോഡീകരിക്കപ്പെട്ട കാലമായിരുന്നു ആ ഒരു കാലം. ആ കാലഘട്ടത്തിൽ എന്തുണ്ടായിട്ടുണ്ട്? ഹദീസുകളുടെ ഈ മുസ്തലഹാത്തുകളെ പറ്റി ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ഈ നിയമവശങ്ങളെ പറ്റി എഴുതി ക്രോഡീകരിച്ചു വെച്ച പല രേഖകളും ഇവരുടെ പല കിതാബുകളിലും കാണാം. ഇമാം ഹുമൈദിയുടെ ജുസ് എന്നുള്ള കിതാബിൽ മുസ്തലഹുൽ ഹദീസിനെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിന്റെ മുഖദ്ദിമയിൽ മുസ്തലഹൽ ഹദീസിനെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇമാം അബൂ ദാവൂദ് അഹ്ലു മക്കക്ക് എഴുതിയ റിസാല അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇമാം തിർമിദിയുടെ അൽ ഇലൽ എന്ന കിതാബിൽ ഉസൂൽ ഹദീസ് ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ ധാരാളം ചർച്ചകൾ ആ വിഷയത്തിൽ വന്നു, ആ ഹദീസുകൾ ക്രോഡീകരിച്ച് എഴുതുന്നതിൽ വന്നിട്ടുണ്ട്. പിന്നെ അതൊരു കാലഘട്ടം, അഥവാ മദ്ഹബിന്റെ ഇമാമിങ്ങൾ, ഇമാം ഷാഫിയുടെ റിസാല, അതുപോലെ ഈ പണ്ഡിതന്മാരുടെ കിതാബുകൾ, അതിലൊക്കെ ഓരോ ഭാഗങ്ങളിലായിട്ട് ഉസൂൽ ഹദീസിന്റെ കാര്യങ്ങളെല്ലാം എഴുതി ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ആദ്യ കാലഘട്ടമായിട്ട് എടുക്കാം. പിന്നീട് ഈ വിഷയത്തിൽ മാത്രമായി കിതാബുകൾ എഴുതി തുടങ്ങിയ രണ്ടാമത്തെ ഒരു കാലഘട്ടമാണ് ഹിജറ 300 ശേഷമുള്ള ഒരു കാലഘട്ടം. ഹിജറ 300, 400, 500 അതിനിടയിലുള്ള കാലഘട്ടത്തിൽ അതിൽ ആദ്യമായി മുസ്തലഹുൽ ഹദീസിൽ അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രം ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലയ്ക്ക് അറിയപ്പെടുന്ന ഗ്രന്ഥമാണ് അൽ മുഹദ്ദിസുൽ ഫാസിൽ ബൈന റാവി വൽ വാഇ. അൽ മുഹദ്ദിസുൽ ഫാസിൽ ബൈന റാവി വൽ വാഇ. ഈ കിതാബ് എഴുതിയത് ഖാദി അബു മുഹമ്മദ് അൽ ഹസൻ ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു ഖല്ലാദ് അർ-റാമഹുർമുസി എന്ന വ്യക്തിയാണ്, എന്ന പണ്ഡിതനാണ്. അബു മുഹമ്മദ് അൽ ഹസൻ ഇബ്നു അബ്ദുറഹ്മാൻ, അദ്ദേഹമാണ് ഈ കിതാബ് എഴുതിയത്. ഇതാണ് ഈ ഒരു നിയമവശങ്ങൾ, മുസ്തലഹകൾ ക്രോഡീകരിക്കപ്പെട്ട ആദ്യമായി എഴുതപ്പെട്ട ഒരു ഗ്രന്ഥം എന്ന നിലയ്ക്ക് അറിയപ്പെടുന്നത്. അതൊരു തുടക്ക ഗ്രന്ഥമായതുകൊണ്ട് തന്നെ എല്ലാ ശാഖകളും അതിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല, എല്ലാ ശാഖകളും അതിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു തുടക്ക ഗ്രന്ഥമായിട്ട് അതിനെയാണ് പറയാറുള്ളത്. കിതാബിന്റെ പേര് അൽ മുഹദ്ദിസുൽ ഫാസിൽ ബൈന റാവി വൽ വാഇ. പിന്നീട് അതിനുശേഷം അബു അബ്ദുല്ല മുഹമ്മദ് ബിൻ അബ്ദുല്ല അൽ ഹാക്കിം അൻ-നൈസാബൂരി അദ്ദേഹം മഅരിഫത്തു ഉലൂമിൽ ഹദീസ് എന്ന പേരിൽ ഒരു കിതാബ് എഴുതി. അദ്ദേഹം ഹിജറ 405 മരണപ്പെടുന്നത്. ആദ്യം പറഞ്ഞ അൽ മുഹദ്ദിസുൽ ഫാസിൽ എന്ന കിതാബ് എഴുതിയ റാമഹുർമുസി മരണപ്പെടുന്നത് ഹിജറ 360. രണ്ടാമത്തെ കിതാബ് ഇമാം മുഹമ്മദ് ബിൻ അബ്ദുല്ല അൽ ഹാക്കിമിന്റെ മഅരിഫത്തു ഉലൂമിൽ ഹദീസ് എന്നുള്ളതാണ്. പിന്നീട് അതിനെ തുടർന്നുകൊണ്ട് വന്നത് അബൂ നുഐം അൽ അസ്ബഹാനി റഹിമഹുല്ലാ, അദ്ദേഹം ഒരു കിതാബ് എഴുതി അൽ മുസ്തഖ്റജ് അലാ മഅരിഫത്തി ഉലൂമിൽ ഹദീസ് എന്ന പേരിൽ. അൽ മുസ്തഖ്റജ് അലാ മഅരിഫത്തി ഉലൂമിൽ ഹദീസ് എന്ന പേരിൽ അടുത്തൊരു കിതാബ് എഴുതി. ഇതൊക്കെ മുസ്തലഹുൽ ഹദീസിൽ വന്നിട്ടുള്ള ആദ്യകാലത്തെ കിതാബുകളാണ്. പിന്നീട് ഒരു കിതാബ് ആ വിഷയത്തിൽ അറിയപ്പെട്ടതായി വന്നത് ഖതീബ് അൽ ബഗ്ദാദിയുടെ അൽ കിഫായത്തു ഫി ഇൽമി റിവായ, അൽ കിഫായത്തു ഫി ഇൽമി റിവായ എന്ന പേരിലുള്ള ഖതീബ് അൽ ബഗ്ദാദിയുടെ ഒരു കിതാബാണ്. ഖതീബ് അൽ ബഗ്ദാദി ഈ ഒരു മേഖലയിൽ ഒരുപാട് ഖിദ്മ ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹം ഈ ഉസൂൽ ഹദീസിന്റെ മേഖലയിൽ ധാരാളം കിതാബുകൾ ഓരോ
ഓരോ ഇസ്തിലാഹാത്തിലും ഓരോ സാങ്കേതിക പദങ്ങളിലും കിതാബുകൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് തന്നെ വേറെയും കിതാബുകൾ കാണാൻ സാധിക്കും. അങ്ങനെ ധാരാളം കിതാബുകൾ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് രണ്ടാമത്തെ ഒരു ഘട്ടമായിട്ട് നമുക്ക് എടുക്കാം. രണ്ടാമത്തെ മുസ്തലഹ് ഹദീസിന്റെ ഘട്ടം. മൂന്നാമത്തെ ഒരു ഘട്ടം ആരംഭിക്കുന്നത് അബൂ അംർ ഉസ്മാൻ ഇബ്നു അബ്ദുറഹ്മാൻ അശ്ശഹ്റസൂരി, അബൂ അംർ ഉസ്മാൻ ഇബ്നു അബ്ദുറഹ്മാൻ അശ്ശഹ്റസൂരി എന്ന പേരുള്ള അദ്ദേഹം അറിയപ്പെടുന്നത് ഇബ്നു സലാഹ് എന്ന പേരിലാണ്. ഇബ്നു സലാഹ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം മരണപ്പെടുന്നത് ഹിജ്റ 643 അദ്ദേഹം ഒരു മദ്രസയിൽ അധ്യാപകനായിരുന്നു, അഥവാ ഇങ്ങനെ കുട്ടികൾ പഠിക്കുന്ന ഒരു മദ്രസയിൽ അധ്യാപകനായിരുന്നു. അവിടെ പഠിപ്പിക്കുമ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഈ ഉലൂമുൽ ഹദീസിൽ മുസ്തലഹുൽ ഹദീസ് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടപ്പോൾ, അത് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല എന്ന് അനുഭവപ്പെട്ടപ്പോൾ അദ്ദേഹം കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഓരോ നോട്ടുകൾ ഉണ്ടാക്കി, ഓരോ മുസ്തലഹാത്തുകളും ഓരോ ശാഖകളും നോട്ടുകളാക്കി എഴുതിയുണ്ടാക്കി പഠിപ്പിക്കാൻ കൊണ്ടുപോകുമായിരുന്നു, കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ. അങ്ങനെ അദ്ദേഹം എഴുതിയുണ്ടാക്കിയ നോട്ടുകൾ ക്രോഡീകരിച്ചിട്ട് അറിയപ്പെട്ട ഒരു കിതാബായി മാറിയതാണ് മുഖദ്ദിമത്തു ഇബ്നു സലാഹ് എന്നുള്ളത്. മുഖദ്ദിമത്തു ഇബ്നു സലാഹ് എന്നുള്ളത് ഈ കിതാബിന്റെ പേര് പ്രത്യേകം മനസ്സിലാക്കണം. കാരണം ഈ കിതാബിന് വലിയൊരു സ്വാധീനം പിന്നീടുള്ള കിതാബുകൾ ഉണ്ടായിട്ടുണ്ട്. ഉലൂമുൽ ഹദീസിന്റെ മുസ്തലഹുൽ ഹദീസിന്റെ കിതാബുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അബൂ അംർ ഉസ്മാൻ ഇബ്നു അബ്ദുറഹ്മാൻ അശ്ശഹ്റസൂരി അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി നോട്ടായി എഴുതി കൊണ്ടുപോയ മുസ്തലഹുൽ ഹദീസിന്റെ കാര്യങ്ങൾ, ശാഖകൾ, അത് പിന്നീട് ക്രോഡീകരിച്ച് കിതാബായി മുഖദ്ദിമത്തു ഇബ്നു സലാഹ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥമായിട്ട് ഇറങ്ങുകയുണ്ടായി. പിന്നീട് മുസ്തലഹുൽ ഹദീസിന്റെ എല്ലാം അടിസ്ഥാനമായി മാറിയൊരു കിതാബായിരുന്നു അത്. അദ്ദേഹത്തിന്റെ കാലശേഷം, അതാ ഹിജ്റ 643 അദ്ദേഹത്തിന്റെ കാലശേഷം പിന്നീട് ഈ ഒരു ഫന്നിൽ ആളുകൾ കിതാബ് എഴുതുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഒരു മർജി ആയിക്കൊണ്ട് അവർ പരിഗണിച്ചിരുന്ന ഒരു കിതാബായിരുന്നു ഇബ്നു സലാഹിന്റെ മുഖദ്ദിമത്തു ഇബ്നു സലാഹ്. വേറെയും ചില പേരിൽ ആ കിതാബിന് പറയാറുണ്ട്, ഉലൂമുൽ ഹദീസ് എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടാറുണ്ട്. എന്നാൽ മുഖദ്ദിമത്തു ഇബ്നു സലാഹ് എന്നറിയപ്പെട്ടത്. ഈ കിതാബിനെ ഇമാം അൻ-നവവി റഹിമഹുല്ലാഹ്, മുഹിദ്ദീൻ യഹ്യ ഇബ്നു ശറഫ് അൻ-നവവി റഹിമഹുല്ലാഹ്, അദ്ദേഹം ഈ കിതാബിനെ ഒന്ന് ക്രോഡീകരിച്ചു. എന്നിട്ട് അൽ ഇർഷാദ് എന്ന പേരിൽ അദ്ദേഹം ക്രോഡീകരിച്ചു. കുറച്ചുകൂടി പേര് കുറച്ച് നീണ്ടതാണ്. അൽ ഇർഷാദ് എന്ന പേരിൽ അറിയപ്പെടാറുണ്ട്. അതായത് ഈ മുഖദ്ദിമത്തു ഇബ്നു സലാഹ് എന്നുള്ള കിതാബിനെ അദ്ദേഹം ഇമാം നവവി റഹിമഹുല്ലാഹ് ക്രോഡീകരിച്ച് അൽ ഇർഷാദ് എന്ന പേരിൽ ക്രോഡീകരിക്കുകയുണ്ടായി. പിന്നീട് ഇമാം നവവി റഹിമഹുല്ലാഹ് അത് പോരാ, ഒന്നുകൂടി ക്രോഡീകരിക്കണം എന്ന നിലക്ക് അൽ ഇർഷാദ് എന്നുള്ള കിതാബിനെ വീണ്ടും ക്രോഡീകരിച്ചു, ഒന്നുകൂടി ചെറുതാക്കി തൽഖീസ് ചെയ്തു. അതിന് അദ്ദേഹം പേരിട്ടത് തഖ്രീബുത് തൈസീർ ലിമഅരിഫതി സുനനിൽ ബശീരിൻ നദീർ. തഖ്രീബ് എന്ന പേരിൽ അറിയപ്പെടുന്ന കിതാബാണ്. അതായത് ഇബ്നു സലാഹിന്റെ മുഖദ്ദിമയെ ഇമാം നവവി റഹിമഹുല്ലാഹ് അൽ ഇർഷാദ് എന്നുള്ള പേരിൽ ഒന്ന് ചുരുക്കുകയും പിന്നീട് അതൊന്നുകൂടി ചുരുക്കണമെന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ്ക്ക് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടി ചുരുക്കിക്കൊണ്ട് അത്തഖ്രീബു വത്തൈസീർ ലിമഅരിഫതി സുനനിൽ ബശീരിൻ നദീർ അല്ലെങ്കിൽ തഖ്രീബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കിതാബ് അദ്ദേഹം എഴുതി. ഈ ഇമാം നവവി റഹിമഹുല്ലാഹയുടെ തഖ്രീബ് എന്നുള്ള ഈ കിതാബിന് പിന്നീട് ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് ഹിജ്റ 911 ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് ഒരു ശറഹ് എഴുതിയിട്ടുണ്ട്. ആ ശറഹ് ഇന്ന് ഹദീസ് പഠിക്കുന്ന മുസ്തലഹുൽ ഹദീസ് പഠിക്കുന്ന പണ്ഡിതന്മാർ, വിദ്യാർത്ഥികൾ അവരുടെ ഒരു PG ലെവലിൽ പഠിക്കുന്ന കിതാബാണ്. നമ്മൾ ചിലരെല്ലാം കേട്ടിട്ടുണ്ടാകും. തദ്രീബുർ റാവി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കിതാബ്. ഈ ഇമാം നവവി ഇബ്നു സലാഹിന്റെ ഒരു വട്ടം ക്രോഡീകരിച്ച് വീണ്ടും ക്രോഡീകരിച്ച കിതാബിനെ ഇമാം സുയൂത്തി വിശദീകരിച്ചതാണ് തദ്രീബുർ റാവി ഫി ശർഹി തഖ്രീബിൻ നവാവി എന്ന പേരിൽ ഇമാം നവവിയുടെ തഖ്രീബിനെ വിശദീകരിച്ച് എഴുതിയത്. ആ തദ്രീബുർ റാവി എന്നുള്ളത് ഒരു വളരെ വിശാലമായ ഒരു ഗ്രന്ഥമായി ഉസൂൽ ഹദീസിൽ, മുസ്തലഹുൽ ഹദീസിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കിതാബാണ്. പിന്നീട് ഈ ഇബ്നു സലാഹിന്റെ ഈ മുഖദ്ദിമയെ കവിതയുടെ രൂപത്തിൽ 1000 ബൈത്തിലായിക്കൊണ്ട് ഇറാഖി റഹിമഹുല്ലാഹ് സൈനുദ്ദീൻ അബ്ദുറഹീം ഇബ്നുൽ ഹുസൈൻ അൽ ഇറാഖി എന്നറിയപ്പെടുന്ന പണ്ഡിതൻ, അദ്ദേഹം അതിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അൽഫിയത്തുൽ ഇറാഖി എന്ന പേരിലും നളമുദ് ദുറർ എന്നുള്ള പേരിലും അല്ലെങ്കിൽ തബ്സിറത്തു വത്തദ്കിറ ഒരു പേര് മനസ്സിലാക്കിയാൽ മതി ഇപ്പൊ തൽക്കാലം. അൽഫിയത്തുൽ ഇറാഖി, അതാണ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ.
അൽഫിയത്തുൽ ഇറാഖി എന്ന പേരിൽ 1000 ബൈത്തുകളിലായിക്കൊണ്ട് ഈ മുഖദ്ദിമത്ത് ഇബ്നു സലാഹ് എന്നുള്ള ഈ കിതാബിനെ കവിതാ രൂപത്തിലാക്കിയിട്ടുണ്ട്. ഈ കവിതാ രൂപത്തിലുള്ള ഈ അൽഫിയത്തുൽ ഇറാഖിക്ക് പിന്നീട് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അസ്സഖാവി റഹിമഹുല്ലാ അദ്ദേഹം ഒരു ശർഹ് എഴുതുകയുണ്ടായി. ഫത്ഹുൽ മുഗീസ് ഫി ശർഹി അൽഫിയത്തുൽ ഹദീസ് എന്ന പേരിൽ. ഇമാം സഖാവിയുടെ ഈ ശർഹിനെ പറ്റി ഈ ഒരു മേഖലയിൽ അറിവുള്ള പണ്ഡിതന്മാർ പറയാറുള്ളത് ഉസൂൽ ഹദീസിൽ ഒന്നും തന്നെ വിട്ടുപോയിട്ടില്ല എന്നാണ്. മുസ്തലഹുൽ ഹദീസിന്റെ ഒരു ഭാഗവും വിട്ടുപോകാതെ എഴുതിയിട്ടുള്ള ഒരു കിതാബാണ് അൽഫിയത്തുൽ ഇറാഖിക്ക് ഇമാം സഖാവി എഴുതിയിട്ടുള്ള ഷർഹ് ഫത്ഹുൽ മുഗീസ് എന്ന പേരിലുള്ളത്. പിന്നീട് ഈ ഇറാഖി റഹിമഹുള്ളയുടെ അഥവാ സൈനുദ്ദീൻ അബ്ദുറഹ്മാൻ ബിൻ ഹുസൈൻ അൽ ഇറാഖി ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ളയുടെ ഉസ്താദാണ്. പലപ്പോഴും ഈ ഇബ്നു സലാഹ് റഹിമഹുള്ളയുടെ മുഖദ്ദിമക്ക് ഒരു തർത്തീബ് പോരാ എന്നുള്ള ഒരു ആരോപണം പലരും പറയാറുണ്ടായിരുന്നു. കാരണം അദ്ദേഹം അതൊരു കിതാബായിക്കൊണ്ട് എഴുതിയതല്ല, വിദ്യാർത്ഥികൾ പഠിപ്പിക്കാൻ വേണ്ടി നോട്ടായിക്കൊണ്ട് എഴുതിയതാണ്. അപ്പൊ അതിന്റെ രീതിയും തർത്തീബും ഒന്നും ശരിയല്ല എന്ന നിലക്ക് ചെറിയ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഇൽമും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ കൂടി. പിന്നീട് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹം അതിനെ ഏറ്റവും നല്ല രീതിയിൽ ഒരു തർത്തീബോടുകൂടി ചുരുങ്ങിയ വാക്കുകളിൽ മനോഹരമായ രീതിയിൽ അദ്ദേഹം എഴുതിയൊരു കിതാബാണ് നുഖ്ബത്തുൽ ഫിക്ർ ഫി മുസ്തലഹി അഹ്ലിൽ അസർ എന്നുള്ളൊരു ഗ്രന്ഥം. ഇബ്നു ഹജർ ഇമാം ഇറാഖിയുടെ ശിഷ്യനാണ്. അദ്ദേഹം പിന്നീട് എഴുതിയ കിതാബാണ് നുഖ്ബത്തുൽ ഫിക്ർ ഫി മുസ്തലഹി അഹ്ലിൽ അസർ എന്നുള്ള കിതാബ്. അദ്ദേഹം തന്നെ അതിന് പിന്നീട് നുസ്ഹത്തുൻ നവർ എന്ന പേരിലുള്ള ഒരു ഷർഹും എഴുതുകയുണ്ടായിട്ടുണ്ട്. നുഖ്ബത്തുൽ ഫിക്കറിന് ഇമാം ഇബ്നു ഹജറിന്റെ കിതാബാണ്. അതിന് അദ്ദേഹം തന്നെ നുസ്ഹത്തുൻ നവർ എന്ന പേരിലുള്ള ഒരു ഷർഹും എഴുതുകയുണ്ടായി. അങ്ങനെ ആ മേഖലയിൽ വരുന്ന അടുത്തൊരു കിതാബാണ് അൽ മംദൂമത്തുൽ ബൈഖൂനിയ എന്നുള്ളത്. അങ്ങനെ ഹദീസിന്റെ കിതാബുകൾ ക്രോഡീകരിക്കപ്പെട്ട ഒരു രീതി പറഞ്ഞതാണ്. ആദ്യത്തെ ഘട്ടം മദ്ഹബിന്റെ ഇമാമിങ്ങളിലും മുഹദ്ദിസീങ്ങളിലും അവിടെ ഇവിടെ ആയിട്ട് ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ടുള്ള ഹിജ്റ 300-400 കാലഘട്ടത്തിൽ കിതാബുകളായി ക്രോഡീകരിച്ചു. പിന്നെ ഹിജ്റ 600 ശേഷം ഇബ്നു സലാഹിന്റെ കിതാബിനെ അടിസ്ഥാനപ്പെടുത്തി ഇമാം നവവി ആവട്ടെ ഇമാം ഇറാഖി ആവട്ടെ അവർ അതും എഴുതി, അതിന് ഷർഹ് ചെയ്തിട്ടൊക്കെ എഴുതി. പിന്നീട് ഇബ്നു ഹജർ അതൊന്നുകൂടി തർത്തീബിലായിക്കൊണ്ട് എഴുതുകയുണ്ടായി. ഇമാം ബൈഖൂനി റഹിമഹുല്ലാ അദ്ദേഹം മരണപ്പെടുന്നത് ഹിജ്റ 1080 1080 കാലഘട്ടത്തിലാണ്. കൃത്യമായി അദ്ദേഹത്തെ എന്നാണ് എപ്പോഴാണ് മരണപ്പെട്ടതെന്ന് അറിവില്ല, ഏകദേശം ഒരു അറിവാണുള്ളത്. അദ്ദേഹം എഴുതിയ ഈ മംദൂമത്തുൽ ബൈഖൂനിയെ പറ്റി പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അൽഫിയത്തുൽ ഇറാഖിയെ മൊത്തത്തിൽ ചുരുക്കി കഴിഞ്ഞാൽ എങ്ങനെയാകുമോ അതാണ് മംദൂമത്തുൽ ബൈഖൂനിയ എന്ന്. മംദൂമത്തുൽ ബൈഖൂനിയ എന്ന് ഏകദേശം വളരെ 100 മേലെ അല്ലെങ്കിൽ അത്രയും അധികം ഷറഹുകൾ ഈ മംദൂമത്തുൽ ബൈഖൂനിയ എന്നുള്ള ഈ ഒരു മത്തിനിന്, ഈ ഒരു കവിതക്ക്, ഈ ഒരു മേഖല ഇഷ്ടമുള്ള, ഹദീസിന്റെ മേഖല താല്പര്യമുള്ള, മുസ്തലഹുൽ ഹദീസിനോട് താല്പര്യമുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാവരും തന്നെ ഈ ഒരു ബൈത്തിനെ വിശദീകരിക്കാറുണ്ട്. കാരണം അത്ര എളുപ്പത്തിലുള്ള വരികളിലായിക്കൊണ്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന രീതിയിൽ പഠിക്കാവുന്ന രീതിയിൽ ഇമാം ബൈഖൂനി റഹിമഹുല്ലാ എഴുതിയിട്ടുള്ള കിതാബാണ് അൽ മംദൂമത്തുൽ ബൈഖൂനിയത്തു എന്ന കിതാബ്, നാം പഠിക്കാൻ പോകുന്ന ഈ കിതാബ്. അപ്പൊ ഈ കാര്യങ്ങൾ പറഞ്ഞത് നമ്മൾ എങ്ങനെയാണ് ഈ മുസ്തലഹുൽ ഹദീസ് കിതാബുകളായി ക്രോഡീകരിക്കപ്പെട്ടത് എന്നത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇമാം ബൈഖൂനി റഹിമഹുല്ലയെ കുറിച്ച് ചെറിയ വാക്കുകൾ പറയാം. ഇമാം ബൈഖൂനി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ പേര് യഥാർത്ഥത്തിൽ ഉമർ എന്നാണോ ത്വാഹ എന്നാണോ എന്നുള്ളത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം ചില മഖ്തൂത്തുകളിൽ, എഴുതപ്പെട്ട രേഖകളിൽ ഉമർ എന്നും ചിലതിൽ ത്വാഹ എന്ന നിലക്ക് വന്നിട്ടുണ്ട് എന്ന നിലക്കൊക്കെ പറഞ്ഞ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. എന്നാൽ ഉമറാണ് ശരിയായിട്ടുള്ളത് എന്ന് അൽ ഇമാം അൽ ഉജ്ഹൂരി റഹിമഹുല്ല അദ്ദേഹം ഈ ഒരു ബൈഖൂനിയക്ക് ഇമാം സർക്കാരി എഴുതിയിട്ടുള്ള ഷറഹിന് ഹാഷിയ അടിക്കുറിപ്പ് എഴുതിയ കിതാബിൽ അദ്ദേഹം ചില മഖ്തൂത്തുകളിൽ ഉമർ എന്ന പേര് കണ്ടിട്ടുണ്ട് എന്ന് കാണാം. എന്നാൽ ഉമർ എന്ന പേര് പറയുകയാണെങ്കിൽ ബൈഖൂനി റഹിമഹുല്ലയുടെ മുഴുവൻ പേര് ഉമർ ഇബ്നു അശ്ശൈഖ് മുഹമ്മദ് ഇബ്നു ഫതൂഹ് അദ്ദിമശ്ഖി അശ്ശാഫിഈ. ഉമർ ഇബ്നു ശൈഖ് മുഹമ്മദ് ഇബ്നു ഫതൂഹ് അദ്ദിമശ്ഖി അശ്ശാഫിഈ എന്നാണ് അശ്ശൈഖ് അൽ ബൈഖൂനി അൽ ഇമാം അൽ ബൈഖൂനി റഹിമഹുല്ലയുടെ പേര്. അദ്ദേഹത്തിനെ കുറിച്ച് ചരിത്രം അറിയപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ സ്ഥിരപ്പെട്ട രീതിയിൽ ഒന്നും അധികം ലഭ്യമല്ല. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം ഏകദേശം ഹിജറ 1000 ആ സമയത്താണ് എന്നും
1080 സമയത്താണ് വഫാത്ത് എന്നും കൃത്യമായ ഒരു അറിവല്ല. എന്നാലും അതാണ് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ചുള്ളത്. അദ്ദേഹം ജീവിച്ചിരുന്നത് ഇന്നത്തെ ഇറാനിന്റെ ഭാഗപ്രദേശത്താണ് എന്നും ബൈഖൂനി എന്നുള്ളത് അദ്ദേഹത്തിന്റെ നാട്ടിലേക്കാണോ ചേർക്കുന്നത് അതല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്കാണോ ചേർക്കുന്നത് എന്ന് കൃത്യമായ ഒരു ധാരണയില്ല. കൃത്യമായ അത് ഉറപ്പിക്കുന്ന ഒരു കാര്യങ്ങൾ ലഭ്യമാക്കാത്തത് കൊണ്ട് തന്നെ അതിനെപ്പറ്റി അധിക പേരും കൂടുതൽ വിശദമായി പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഷാഫി മദ്ഹബുകാരനാണ് എന്ന് അറിയാം. അദ്ദേഹം ദമസ്കസുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ള നിലക്കും പരിചയമുണ്ട് എന്ന് മാത്രം. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു ബൈത്തല്ലാതെ വേറൊന്നും ഇൽമിയായ കിതാബായി ലഭിച്ചിട്ടുമില്ല. അതായത് ഇമാം ബൈഖൂനി റഹിമഹുള്ളയുടെ ഈ ഒരു മംദൂമയല്ലാതെ വേറെ ഒന്നും ഹദീസിന്റെ മേഖലയിലാവട്ടെ വേറെ എന്തെങ്കിലും മേഖലയിലാവട്ടെ വേറൊന്നും കിട്ടിയിട്ടുമില്ല. ആകെ മംദൂമയാണ് കിട്ടിയിട്ടുള്ളത്. ഇതാണെങ്കിൽ വളരെയധികം ബറക്കത്ത് ലഭിച്ചിട്ടുള്ള വളരെയധികം സ്വീകാര്യത ലഭിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമായി മാറുകയും ചെയ്തു. ഇനി ഈ ഒരു ബൈത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു മംദൂമയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഹദീസുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് നമുക്ക് ബൈത്തിലേക്ക് കിടക്കാം. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഹദീസുകൾ പ്രധാനമായും 2 രീതിയിലാണ് ഉള്ളത് എന്ന് പറഞ്ഞു. ഒന്നെന്താണ്? അൽ മുതവാത്തിർ, മുതവാത്തിർ ആയിട്ടുള്ള ഹദീസ് എന്ന് പറഞ്ഞു. രണ്ടെന്താണ്? ഖബറുൽ അഹാദ്, ഖബറുൽ അഹാദ് എന്ന് പറയുന്ന തരത്തിലുള്ള ഹദീസുകളാണെന്ന് പറഞ്ഞു. ഈ 2 രീതിയിലാണ് ഹദീസുകളെ പൊതുവായി വേർതിരിക്കാറുള്ളത്. മുതവാത്തിർ വീണ്ടും മുതവാത്തിറുൽ ലഫ്ളി എന്നും മുതവാത്തിറുൽ മഅനവി എന്ന പേരിലും 2ആയി തിരിക്കാറുണ്ട്. മുതവാത്തിറുൽ ലഫ്ളി, മുതവാത്തിറുൽ മഅനവി. മുതവാത്തിറായ ഹദീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മാ റവാഹു അദദുൻ കസീറുൻ ലാ യുംകിനു അൻ യുവാഫിഖു അലൽ കദിബ്, കളവിന്റെ മേലെ ഏകോപിക്കാത്ത ഒരു സംഘം ആളുകൾ ഉദ്ധരിക്കുന്ന ഹദീസിനാണ് എന്ത് പറയുന്നത്? മുതവാത്തിറായ ഹദീസുകൾ എന്ന് പറയുന്നത്. അഥവാ ഇത്രയും ആളുകൾ ഒരുമിച്ച് കളവ് പറയില്ല എന്ന നിലക്ക് അത്രയും ആളുകൾ ഒരുമിച്ച് ഉദ്ധരിക്കുന്ന ഹദീസിനാണ് മുതവാത്തിർ എന്ന് പറയുന്നത്. മുതവാത്തിറുൽ ലഫ്ളി എന്ന് പറഞ്ഞാൽ അതേ വാക്ക് തന്നെ എല്ലാവരും ഒരുപോലെ ഉദ്ധരിക്കുന്നതിനാണ് മുതവാത്തിറുൽ ലഫ്ളി എന്ന് പറയുന്നത്. മുതവാത്തിറുൽ മഅനവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് അതേപോലെ അല്ലെങ്കിലും ആശയം ഒരേപോലെ ആയിരിക്കും. അതായത് ഒരേ വാക്ക് തന്നെ വന്നോളണമെന്നില്ല, പക്ഷെ ആശയം ഒരേപോലെ വന്നിട്ടുണ്ടാകും. പൊതുവെ മുതവാത്തിർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മുതവാത്തിറുൽ മഅനവിയാണ്. കാരണം മുതവാത്തിറുൽ ലഫ്ളി വളരെ ചുരുങ്ങിയതുള്ളൂ. ചില പണ്ഡിതന്മാർ ഒരു ഹദീസേ വന്നിട്ടുള്ളൂ നേരെ പറഞ്ഞിട്ടുണ്ട്. അത് ഹദീസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫലിയതബവ്വ മഖ്അദഹു മിനന്നാർ, എന്റെ മേലെ ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് കളവ് പറയുകയാണെങ്കിൽ അവൻ നരകത്തിൽ സീറ്റ് ഉറപ്പിക്കട്ടെ എന്നുള്ള ഹദീസ് 70 സ്വഹാബികൾ ഉദ്ധരിച്ചിട്ടുണ്ട്. 70 സ്വഹാബികൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിന് താഴെ താബിയങ്ങളാവട്ടെ താബിയങ്ങളാവട്ടെ അത്രയും എണ്ണത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണത്. അപ്പൊ അങ്ങനെയുള്ള ഹദീസുകൾക്കാണ് മുതവാത്തിർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇനം ഖബറുൽ അഹാദാണ്. ഖബറുൽ അഹാദ് അതിനെ 3ആയി തിരിക്കാറുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഈ മുസ്തലഹുൽ ഹദീസിന്റെ പഠനത്തിന്റെ പ്രസക്തി വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖബറുൽ അഹാദായ ഹദീസുകളുടെ വിഷയത്തിലാണ്. കാരണം മുതവാത്തിറായ ഹദീസുകൾ ഖത്ഈയായ ഇൽമിനെ നൽകുന്നതാണ്, അഥവാ ഖണ്ഡിതമായ ഇൽമിനെ നൽകുന്നതാണ്. അതിൽ പിന്നെ ചർച്ചയ്ക്ക് ഒരു സ്കോപ്പുമില്ല. അത് എന്തായാലും സ്വീകാര്യമായിരിക്കും. അതിൽ പിന്നെ ഒരു പ്രശ്നവുമില്ല. അത്രയും ഉറപ്പുള്ള ഇൽമ് കിട്ടുന്ന അറിവ് കിട്ടുന്ന ഹദീസുകളായിരിക്കും മുതവാത്തിറായിട്ടുള്ളത്. അപ്പൊ നമ്മൾ എപ്പോഴെങ്കിലും ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, ഹദീസുകളുടെ സനദ് നമ്മൾ പഠിക്കുന്നുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഖുർആന്റെ സനദിനെ പറ്റി സംസാരിക്കാത്തത്? നിങ്ങൾ എവിടെയെങ്കിലും ഖുർആനിന്റെ സനദ് ചർച്ച ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഖുർആനിന്റെ സനദ് ഇതുപോലെ പഠിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഖുർആന്റെ സനദ് എവിടെ പോയി? ഹദീസ് ഇങ്ങനെ നോക്കണമെങ്കിൽ ഖുർആനും നോക്കണ്ടേ? കാരണം ഖുർആൻ വന്നിട്ടുള്ളത് മുഴുവൻ, അഥവാ ഖിറാഅത്തുകൾ 10 ഖിറാഅത്തുകൾ 7 അഹ്റഫുകളിലായിക്കൊണ്ട് 10 ഖിറാഅത്തുകൾ വന്നിട്ടുള്ളത് എല്ലാം മുതവാത്തിറായിക്കൊണ്ടാണ് ഖുർആനിന്റെ ഓരോ വാക്കുകളും ഓരോ ആയത്തുകളും ഓരോ സൂറത്തുകളും ഖുർആൻ മുഴുവൻ വന്നിട്ടുള്ളത് മുതവാത്തിറായിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മുതവാത്തിറായതിൽ പിന്നെ എന്ത് ചർച്ചയില്ല? അതിൽ ദഈഫ് ഉണ്ടോ, അതിൽ മുൻകർ ഉണ്ടോ, അതിൽ മത്രൂക്ക് ഉണ്ടോ, അല്ലെങ്കിൽ അതിൽ ഇൽത്തിറാബ് സംഭവിച്ചിട്ടുണ്ടോ, ആ നിലക്കുള്ള ഒരു ചർച്ചയില്ല. മുതവാത്തിർ നിർബന്ധമായും സ്വീകാര്യോഗ്യമായിട്ടുള്ളതാണ്. കാരണം അത്രയും ആളുകൾ ഒരുമിച്ച് ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ഖബറുൽ അഹാദിന്റെ വിഷയത്തിലാണ് നമ്മൾ ഇനി പഠിക്കുന്ന മുസ്തലഹുൽ ഹദീസിന്റെ പ്രസക്തി. ഖബറുൽ അഹാദായ ഹദീസുകളിലാണ് നമ്മൾ പഠിക്കുന്ന മുസ്തലഹുൽ ഹദീസുകൾ ഉപയോഗിക്കേണ്ടി വരിക. ഖബറുൽ അഹാദായ ഹദീസുകൾ പ്രധാനമായും 3 തരത്തിലാണ് ഉണ്ടാവുക. 3 തരത്തിൽ. 1 അൽ മഷ്ഹൂർ, 2 അൽ അസീസ്, 3 അൽ ഗരീബ്.
ഇത് കൂടുതൽ ബൈത്ത് പഠിക്കുമ്പോൾ അതിന്റെ അർത്ഥവും കാര്യങ്ങളും കൂടുതൽ പഠിക്കും. ചുരുങ്ങിയ രീതിയിൽ ഒന്നാമത്തേത് മഷ്ഹൂറായ ഹദീസ് എന്ന് പറയും. മഷ്ഹൂറായ ഹദീസ് എന്ന് പറഞ്ഞാൽ ഒരു ത്വബഖയിൽ 3 ആളുണ്ടാകണം. ഒരു ത്വബഖയിൽ 3 ആളോ അതിൽ കൂടുതലോ, എന്നാൽ മുതവാത്തിറിന്റെ എണ്ണത്തിൽ അത്ര എത്താത്ത ഒരു ത്വബഖയിൽ 3 ആളോ അതിൽ കൂടുതലോ വന്നിട്ടുള്ള ഹദീസുകളാണ് മഷ്ഹൂർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു, ഇപ്പോ ഒരു ഹദീസിന് സനദ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. ആ സനദും മത്നും സ്വീകാര്യമാണോ തള്ളപ്പെടേണ്ടതാണോ പഠിക്കുന്നതാണ് മുസ്തലഹുൽ ഹദീസ്. അപ്പൊ ഒരു സനദ് നമുക്ക് കിട്ടി, ഒരു ഹദീസ്, അതിന് ഒരുപാട് സനദുകൾ വന്നു എന്ന് വിചാരിക്കാം. അപ്പോ 3 സനദുകൾ വന്നിട്ടുണ്ട്, 3 സനദിലെ ഹദീസ് വന്നിട്ടുണ്ട്, 3ൽ കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പൊ ഒരു ത്വബഖയിൽ കുറഞ്ഞത് 3 ആളെ വന്നിട്ടുള്ളൂ. അതിന്റെ മേലത്തപ്പോ 4 ത്വബഖയുണ്ട് വിചാരിക്കുക, 1, 2, 3, 4. ഒന്നാമത്തെ ത്വബഖയിൽ ഈ ഹദീസ് 5 ആൾ ഉദ്ധരിച്ചിട്ടുണ്ട്, രണ്ടാമത്തേതിൽ 4 ആൾ ഉദ്ധരിച്ചിട്ടുണ്ട്, പിന്നെ മൂന്നാമത്തേതിൽ 3 ആൾ ഉദ്ധരിച്ചിട്ടുണ്ട്, നാലാമത്തേതിൽ 8 ആൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഏതിനെ നമ്മൾ പരിഗണിക്കുക? എണ്ണം കുറവുള്ളതിനെയാണ് പരിഗണിക്കുക. മിനിമം 3 ആളോ അതിൽ കൂടുതലോ വന്നിട്ടുള്ള, മിനിമം 3 ആണെങ്കിൽ അതിനെ മഷ്ഹൂറായ ഹദീസ് എന്ന് പറയും. 3 ആൾ മിനിമം വന്നിട്ടുണ്ടെങ്കിൽ മഷ്ഹൂർ, അതിൽ കൂടുതലായി വന്നാലും മഷ്ഹൂറായി എണ്ണും. രണ്ടാമത്തെ ഇനം അൽ അസീസ്, അസീസായ ഹദീസ്. അസീസായ ഹദീസ് എന്ന് പറഞ്ഞാൽ 2 ആള്, ഏതെങ്കിലും ത്വബഖയിൽ 2 ആള് വന്നിട്ടുണ്ട് എങ്കിൽ അതിനെ അസീസായിട്ട് പറയും. 2ൽ കുറഞ്ഞാൽ അതിന്റെ പേര് മാറും, 2ൽ കൂടിയാൽ 3ൽ കൂടുതലാണ് ഏറ്റവും കുറവ് എങ്കിൽ അത് മഷ്ഹൂറായി മാറും. ഒരു ത്വബഖയിൽ, ത്വബഖ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനം, അതിൽ 2 ആളെ വന്നിട്ടുള്ളൂ എങ്കിൽ ആ ഹദീസിന് നമ്മൾ പറയുന്ന പേരാണ് അസീസ് എന്നുള്ളത്. അഥവാ മിനിമം എണ്ണാണ് പറയുന്നത്. ചുരുങ്ങിയ എണ്ണം 3 വന്നിട്ടുണ്ടെങ്കിൽ അതിനെ മഷ്ഹൂർ എന്ന് പറയും. മിനിമം എണ്ണം 2 വന്നിട്ടുണ്ടെങ്കിൽ അസീസ് എന്ന് പറയും. ഇനി മിനിമം എണ്ണം 1 ആളാണ് വന്നതെങ്കിലോ, ഈ ത്വബഖയിൽ ഒരു സ്ഥലത്ത് 1 ആൾ മാത്രം, ഒരു ഹദീസ് വരികയാണ്, ആ ഹദീസ് ഒരു സ്വഹാബി ഉദ്ധരിച്ചിട്ടുള്ളൂ, അതിന് താഴെയുള്ള ആളുകൾ താബിഈങ്ങൾ 100 ആളുണ്ടായിക്കോട്ടെ, തബഅ താബിഈങ്ങൾ 200 ആളുണ്ടായിക്കോട്ടെ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നാലും ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ അതിന് താഴെ 5 ആളുണ്ടായിക്കോട്ടെ, എങ്ങനെ വന്നാലും ഒരു ഭാഗത്ത് 1 ആളേ ഉള്ളൂ എങ്കിൽ ആ ഹദീസിന് എന്ത് പറയും? ഗരീബായ ഹദീസ് എന്ന് പറയും. ത്വബഖയിൽ ഏതെങ്കിലും ഭാഗത്ത് 1 ആളെ ഹദീസിൽ വന്നിട്ടുള്ളൂ, ഒരു റാവിയെ വന്നിട്ടുള്ളൂ എങ്കിൽ അതിന് ഗരീബായ ഹദീസ് എന്ന് പറയും. ഗരീബായ ഹദീസിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഹദീസാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നുള്ള ഹദീസ്. അത് ഉമർ റളിയല്ലാഹു അൻഹു മാത്രമേ ഉദ്ധരിച്ചിട്ടുള്ളൂ. സഹാബികളിൽ ആ ഹദീസ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മാത്രമേ ഉദ്ധരിച്ചിട്ടുള്ളൂ. വേറൊരാളും ആ ഹദീസ് സ്വീകാര്യമായ നിലയ്ക്ക് ആ ഹദീസ് വേറൊരു സഹാബിയിൽ നിന്നും വന്നിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു മാത്രമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഹദീസിനെ ഗരീബായ ഹദീസ് എന്ന് പറയും. ഇത് ഓരോന്നിനും ഉദാഹരണമുണ്ട്, കൂടുതൽ വായിച്ചിട്ട് ഒരു സംശയം ഉണ്ടാകണ്ട എന്നുള്ളതുകൊണ്ടാണ് കൂടുതൽ വായിക്കാത്തത്. ഇത് മനസ്സിലാക്കുക, ഹദീസുകൾ പ്രധാനമായും 2 ഇനമാണ്. ഒന്ന് മുതവാത്തിർ, 2 ഖബറുൽ അഹാദ്. മുതവാത്തിർ എന്ന് പറഞ്ഞാൽ കളവിൽ ഏകോപിക്കാത്ത വിധം ആളുകൾ ഒരുമിച്ച് ഉദ്ധരിക്കുന്ന ഹദീസിനാണ് മുതവാത്തിർ എന്ന് പറയും. ഓരോ ത്വബഖയിലും എത്ര എണ്ണം വേണം എന്നുള്ളതിൽ ഉലമാക്കൾക്ക് അഭിപ്രായ വ്യത്യാസം, എന്നാലും അത്രയും വലിയ എണ്ണം ആളുകൾ ഓരോ ത്വബഖയിലും ഉണ്ടാകും. ഒരു ത്വബഖയിൽ 70, രണ്ടാമത്തേൽ 80, 90, 100, അങ്ങനെ അത്രയും ആളുകൾ ഉദ്ധരിച്ചിട്ടുണ്ടാകും. അത് 2 രീതിയിൽ പറയും, മുതവാത്തിറുൽ ലഫ്ദി, മുതവാത്തിറുൽ മഅനവി. മുതവാത്തിറുൽ ലഫ്ദി എന്ന് പറഞ്ഞാൽ വാക്ക് അതേപോലെ എല്ലാ ത്വബഖയിലും ഒരേ വാക്ക് തന്നെ, ഒരു വാക്ക് പോലും മാറാതെ വരുന്നതിനാണ് മുതവാത്തിറുൽ ലഫ്ദി. വളരെ കുറച്ചേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. മുതവാത്തിർ മഅനവി എന്ന് പറഞ്ഞാൽ അതിനെയാണ് പൊതുവെ മുതവാത്തിർ എന്ന് പറയാറുള്ളത്. ആശയം ഒന്നായിരിക്കും, ലഫ്സിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും ആശയമെല്ലാം ഒരുപോലെ വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ഇനം ഖബറുൽ ആഹാദ്. അതിലാണ് നാം പഠിക്കുന്ന ഈ ഇസ്തിലാഹാത്തുകളുടെ ഉപയോഗം വരുന്നത്. കാരണം അതിലാണ് അത് വന്നിയായ ഇൽമേ നൽകുകയുള്ളൂ. മുതവാത്തിറായ ഹദീസ് എന്ത് കിട്ടും? ഖത്ഈയായ ഖണ്ഡിതമായ ഇൽമ കിട്ടും. ഖബറുൽ ആഹാദായ ഹദീസുകൾ വന്നിയായ ഇൽമ് അഥവാ പരിശോധിക്കേണ്ട അറിവേ കിട്ടുള്ളൂ, അതിന് പിന്നെ പരിശോധിക്കണം. അതാണ് ഖബറുൽ ആഹാദ്. ഖബറുൽ ആഹാദിനെ വീണ്ടും 3 ഇനമായി തിരിക്കാറുണ്ട്. ഒന്ന് മഷ്ഹൂർ, കുറഞ്ഞതൊരു ത്വബഖയിൽ 3 ആൾ വന്നാൽ അതിനെ മഷ്ഹൂർ എന്ന് പറയും. കുറഞ്ഞത് 2 ആളാണ് വന്നിട്ടുള്ളത് എങ്കിൽ അതിനെ അസീസ് എന്ന് പറയും. കുറഞ്ഞത് 1 ആളെ വന്നിട്ടുള്ളൂ എങ്കിൽ അതിനെ ഗരീബ് എന്നും പറയും. ഇനി ഈ മുസ്തലഹുൽ ഹദീസിൽ നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹദീസിനെ മഖ്ബൂലും മർദൂദുമായി വേർതിരിക്കലാണ്. ഹദീസുകളെ മഖ്ബൂലും മർദൂദുമായി വേർതിരിക്കലാണ്. മഖ്ബൂൽ എന്ന് പറഞ്ഞാൽ സ്വീകാര്യമായിട്ടുള്ള ഹദീസ്, സ്വീകാര്യയോഗ്യമായിട്ടുള്ള ഹദീസ്, അതിനാണ് മഖ്ബൂലായ ഹദീസ് എന്ന് പറയുക.
മർദൂദായ ഹദീസ് എന്ന് പറഞ്ഞാൽ തള്ളപ്പെടേണ്ട ഹദീസ്, സ്വീകരിക്കാൻ കൊള്ളാത്ത ഹദീസ്. മഖ്ബൂലായ ഹദീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമല് ചെയ്യേണ്ട, നാം നിർബന്ധമായും കർമ്മങ്ങൾ ചെയ്യേണ്ട, അതിൽ നിന്ന് തെളിവെടുക്കാൻ കൊള്ളാവുന്ന ഹദീസിനാണ് മഖ്ബൂലായ ഹദീസ് എന്ന് പറയുക. മർദൂദായ ഹദീസ് എന്ന് പറഞ്ഞാൽ തള്ളപ്പെടേണ്ട, അമല് ചെയ്യൽ നിർബന്ധമില്ലാത്ത, അതിൽ തെളിവെടുക്കാൻ യോഗ്യമല്ലാത്ത ഹദീസുകൾക്കാണ് മർദൂദായ ഹദീസുകൾ എന്ന് പറയുന്നത്. ഇവിടെ മഖ്ബൂലും മർദൂദുമാക്കുമ്പോൾ നമ്മൾ മുത്തവാത്തിറിന്റെ കാര്യത്തിൽ എന്ത് പറഞ്ഞു? മുത്തവാത്തിർ എന്താണ്? എല്ലാം എന്താണ്? മുത്തവാത്തിറായ എല്ലാം എന്താണ്? മഖ്ബൂലാണ്. അതിൽ സംശയമില്ല, അതിൽ മർദൂദായ ഒന്നുമില്ല. മുത്തവാത്തിറായത് മഖ്ബൂലായ ഹദീസുകളാണ്. ഖബറുൽ ആഹാദിനെ പിന്നെ മഖ്ബൂലും മർദൂദുമായിട്ട് നമ്മൾ തിരിക്കും. മഖ്ബൂലും മർദൂദുമായിട്ട് തിരിക്കും. ഇനി മഖ്ബൂലായ ഹദീസുകൾ പ്രധാനമായും രണ്ടിനമാണ്. ഇതൊരു ആമുഖമായിട്ട് ഇതൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് ബൈത്തിലേക്ക് കടക്കുമ്പോൾ എളുപ്പമാകും. മഖ്ബൂലായ ഹദീസുകൾ പ്രധാനമായി രണ്ടിനമാണ്. ഒന്ന് അസ്സഹീഹു, ഒന്ന് അസ്സഹീഹു. രണ്ട് അൽ ഹസനു. ഒന്ന് അസ്സഹീഹു, രണ്ട് അൽ ഹസനു. മർദൂദായ ഹദീസുകൾ പ്രധാനമായും അതിനെ പറയുന്നത് അദ്ദഈഫു. മർദൂദായ ഹദീസിനെ പ്രധാനമായും പറയാറുള്ളത് അദ്ദഈഫു. ഇവിടെ സഹീഹായ ഹദീസ് വീണ്ടും രണ്ടിനമായിട്ടുണ്ട്. അസ്സഹീഹു ലിദാതിഹി, അസ്സഹീഹു ലിഗൈരിഹി. അസ്സഹീഹു ലിദാതിഹി, അസ്സഹീഹു ലിഗൈരിഹി. അതുപോലെ ഹസനായ ഹദീസും രണ്ടിനമുണ്ട്. അൽ ഹസനു ലിദാതിഹി, അൽ ഹസനു ലിഗൈരിഹി. അൽ ഹസനു ലിദാതിഹി, അൽ ഹസനു ലിഗൈരിഹി. അങ്ങനെ നോക്കുമ്പോൾ മഖ്ബൂലായ ഹദീസുകളിൽ നിന്ന് 4 ഇനമേ ഉള്ളൂ. ഏതൊക്കെയാണത്? അസ്സഹീഹു ലിദാതിഹി, അസ്സഹീഹു ലിഗൈരിഹി, അൽ ഹസനു ലിദാതിഹി, അൽ ഹസനു ലിഗൈരിഹി. ഇതൊക്കെ എന്താണ്, എങ്ങനെയാണ് ഒരു സഹീഹു ലിദാതിഹി ആവുക, സഹീഹു ലിഗൈരിഹി ആവുക എന്നുള്ളത് പറയും. ഇതാണ് 4 ഇനമാണ് മഖ്ബൂലായത്. മർദൂദായത് അതിനെ മൊത്തത്തിൽ പറയുന്നതാണ് അദ്ദഈഫ് എന്നുള്ളത്. അദ്ദഈഫ് വ്യത്യസ്ത ഇനങ്ങളായിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ മത്രൂക്കായ ഹദീസുകൾ ഉണ്ട്. ദഈഫിൽ തന്നെ മത്രൂക്കായ ഹദീസുകളുണ്ട്, മുൻകറായ ഹദീസുകളുണ്ട്. മൗദൂഅ് വേറൊരു ഇനമാണ്. ദഈഫിൽ തന്നെ കൂട്ടാൻ പറ്റുമോ ഇല്ല എന്ന പണ്ഡിതന്മാർ പറയാറ്. തീരെ കെട്ടിച്ചമച്ച ഹദീസുകൾ മൗദൂഅ് ഉണ്ട്. മുദ്റജായ ഹദീസിനെ പറയാറുണ്ട്. മുൾത്തരിബായ ഹദീസ് എന്ന് പറയും. മഖ്ലൂബായ ഹദീസ്, അമദൻ മഖ്ലൂബ് എന്ന് പറയും. മഖ്ലൂബായ ഹദീസ്, അത് അങ്ങനെ ചില പേരുകളിൽ ദഈഫായ ഇനകൾ ഒരുപാട് വരുന്നുണ്ട്. കുറെ ഇനത്തിൽ ദഈഫായ ഹദീസുകൾ വരുന്നുണ്ട്. പിന്നീട് കുറച്ച് ഇസ്തിലാഹാത്തുകൾ. ഇതാണ് മഖ്ബൂലും മർദൂദും. പിന്നെ ഈ ബൈത്തിൽ പഠിക്കാനുള്ളത് സനദുമായി ബന്ധപ്പെട്ട ചില പേരുകളും മത്നുമായി ബന്ധപ്പെട്ട ചില പേരുകളും എല്ലാമാണ്. ഇപ്പൊ ഈ സനദ് അത് മുറിഞ്ഞു പോയിട്ടുള്ള സനദാണോ, ചേർന്ന് വന്നിട്ടുള്ള സനദാണോ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തപ്പെട്ട രീതിയിലാണോ അതല്ലയോ, അങ്ങനെയൊക്കെ രീതിയിൽ. അതുപോലെ മത്നും അതുപോലെ തന്നെ എങ്ങനെയാണ് വന്നിട്ടുള്ളത്, അങ്ങനെയുള്ള പഠനങ്ങളും ചർച്ചകളുമാണ് ഈ ഇസ്തിലാഹാത്തിന്റെ ബാക്കിയുള്ള പദപ്രയോഗങ്ങളിലൂടെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ളത്. നമുക്ക് ഈ ബൈറ്റിലേക്ക് ഒന്ന് ചെറിയ രീതിയിൽ പ്രവേശിക്കാം. ഈ ഒരു ബൈറ്റ് അൽ മൻദൂമത്തുൽ ബൈഖൂനിയ എന്നുള്ളത്, ഇതിന്റെ പല മത്ബൂഅകളും അഥവാ ഈ ബൈത്ത് ലഭ്യമായ പലതിലും അതിന്റെ ആരംഭത്തിൽ ബസ്മല ഇല്ല. ആരംഭത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുകൊണ്ട് ആരംഭിക്കുന്നില്ല. അധിക മത്ബൂഅകളും അധിക പ്രിന്റുകളിലും അല്ലെങ്കിൽ അധിക ലഭ്യമായതിലും ബസ്മല കൊണ്ട് ആരംഭിച്ചിട്ടില്ല. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇമാം ബൈഖൂനി റഹിമഹുല്ലാ ഈ ഒരു ബൈത്ത് ആരംഭിച്ചത് അബ്ദഉ ബിൽ ഹംദി എന്ന് തുടങ്ങുന്ന ഹംദ് കൊണ്ടാണ്, ബസ്മല കൊണ്ടല്ല എന്ന നിലക്ക് പറഞ്ഞത് കാണാം. എന്നാൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ബൈഖൂനിക്ക് ഷറഹ് എഴുതിയിട്ടുള്ള ഇമാം അസ്സർഖാനി റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ ഈ ഷറഹിന് ഇമാം അൽ ഉജ്ഹൂരി റഹിമഹുല്ലാ ഒരു ഹാഷി എഴുതിയിട്ടുണ്ട്, അടിക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഇതിന്റെ മഖ്തൂത്തുകളിൽ ബസ്മല വന്നതായിട്ടുണ്ട് എന്ന് പറയുകയും ബസ്മല കൊണ്ടാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതുകൊണ്ട് തന്നെയാണ് ഇമാം ബൈഖൂനി റഹിമഹുല്ലാ ഈ ബൈത്ത് ആരംഭിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞതായി കാണാം. പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിക്കുമ്പോൾ ആദ്യം തന്നെ ബസ്മലയെ പറ്റി വിശദീകരിക്കാറുണ്ട്. ഇപ്പൊ ഏത് കിതാബാണെങ്കിലും, ഇപ്പൊ നമ്മൾ പല കിതാബുകൾ പഠിക്കുമ്പോഴും തലാസുൽ ഉസൂൽ ആവട്ടെ, അല്ലെങ്കിൽ ഖവായിദുൽ അർബ ആവട്ടെ, അല്ലെങ്കിൽ അതുപോലെയുള്ള കിതാബുകൾ ബസ്മല കൊണ്ട് ആരംഭിക്കുന്നത് കാണാം. അപ്പോൾ അതിന്റെ എന്താണ് അർത്ഥമെന്നും ആശയമെന്നും നമ്മൾ പറയാറുണ്ട്. പലപ്പോഴും നമുക്ക് അറിയുന്നതാണ്.
എന്നാലും അതിനെക്കുറിച്ച് സൂചിപ്പിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ ബാഉൽ ഇസ്തിആന, ഇസ്തിആനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ബാ ആണ്. എന്തുകൊണ്ടാണ് ഈ ബസ്മല കൊണ്ട് ആരംഭിക്കുന്നത്? ചില ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ബസ്മല കൊണ്ട് ആരംഭിക്കാത്തതെല്ലാം ഫഹുവ അഖ്ത', അത് മുറിഞ്ഞു പോകുന്നതാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. പക്ഷെ ആ ഹദീസുകളൊന്നും സഹീഹായി വന്നതല്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫിഅലിയായ പ്രവർത്തനമായിരുന്നു എന്തെങ്കിലും എഴുതുന്ന സമയത്ത്, ഇപ്പൊ മറ്റു നാടുകളിലേക്ക് കത്തെഴുതുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കരാർ എഴുതുമ്പോഴോ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിക്കാറുണ്ടായിരുന്നത് എന്തുകൊണ്ടായിരുന്നു? ബസ്മല കൊണ്ടായിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുകൊണ്ടാണ് ആരംഭിക്കാറുള്ളത്. അപ്പൊ സുന്നത്തായ ഒരു കാര്യമാണ് എഴുതുമ്പോൾ ബസ്മല കൊണ്ട് തുടങ്ങുക എന്നുള്ളതും. പറയുമ്പോൾ ചില പണ്ഡിതന്മാർ പറഞ്ഞ കാണാം, സംസാരം തുടങ്ങുമ്പോൾ അൽഹംദുലില്ലാ അല്ലെങ്കിൽ ഇന്നൽ ഹംദലില്ലാ എന്ന നിലക്ക് ഹംദ് കൊണ്ട് തുടങ്ങലും സുന്നത്താണ് എന്ന് പറഞ്ഞത് കാണാം. എന്താണ് അപ്പൊ ബാ എന്നാണ്? ബാഉൽ ഇസ്തിആന, സഹായം തേടിക്കൊണ്ടുള്ള ബാ ആണ്. എന്ത് കാര്യം തുടങ്ങുകയാണ്, ഇപ്പൊ ബിസ്മില്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആക്കുലു ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ഭക്ഷിക്കുന്നു, അല്ലെങ്കിൽ ബിസ്മില്ലാഹി ആക്കുലു എന്നുള്ള അർത്ഥത്തിലാണ്. എഴുതുകയാണെങ്കിൽ അക്തുബു ബിസ്മില്ലാ, അല്ലെങ്കിൽ ബിസ്മില്ലാ അക്തുബു, അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ എഴുതുന്നു. വായിക്കുകയാണെങ്കിൽ വായിക്കുന്നു. അപ്പൊ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ സഹായം തേടുന്നു എന്നുള്ളതാണ് തവസ്സുലാക്കാൻ. അഥവാ അള്ളാഹുവിലേക്ക് തവസ്സുലാക്കാൻ ഏറ്റവും യോഗ്യമായത് എന്താണ്? അള്ളാഹുവിന്റെ നാമങ്ങളാണ്, അസ്മാഉൽ ഹുസ്നയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ നാമങ്ങളെ കൊണ്ട് തവസ്സുലാക്കാൻ, ഇസ്തിആനത്ത് ചെയ്യുന്ന, അതിനെ തവസ്സുലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടാനാണ് ബിസ്മില്ലാ എന്നുകൊണ്ട് ആരംഭിക്കുന്നത്. ബിസ്മി എന്ന് പറഞ്ഞു. പിന്നെ അള്ളാഹ് എന്നുള്ളത് ലഫ്ലുൽ ജലാല അല്ലെങ്കിൽ ഇസ്മുൽ ജലാല, അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളുടെയും ആശയങ്ങളെ ഉൾക്കൊള്ളുന്ന വാക്കാണ് അള്ളാഹ് എന്നുള്ള വാക്ക്. മറ്റുള്ള നാമങ്ങളെല്ലാം അതിന്റെ അർത്ഥം അടങ്ങുന്നത് അള്ളാഹ് എന്നുള്ള നാമത്തിലേക്കാണ് എന്ന് കാണാം. പിന്നെ അതിന്റെ സിഫത്തായിക്കൊണ്ട് അള്ളാഹുവിന്റെ വേറെ രണ്ട് നാമങ്ങൾ കാണാം, അർ റഹ്മാനി അർ റഹീം. ബിസ്മില്ലാഹി അർ റഹ്മാനി അർ റഹീം. റഹ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇരുലോകത്തും വിശാലമായ കാരുണ്യമുള്ളവൻ, അല്ലെങ്കിൽ എല്ലാവരോടും കാരുണ്യം കാണിക്കുന്ന അർത്ഥം. റഹീം എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾക്ക് പ്രത്യേകമായി പരലോകത്ത് കാരുണ്യം കാണിക്കുന്നവൻ, അല്ലെങ്കിൽ കാരുണ്യം ചൊരിയുന്നവൻ എന്നുള്ള അർത്ഥം. ഇപ്പോൾ ഇമാം ബൈഖൂനി റഹിമഹുല്ലാ ഈ ഒരു കവിതയെ ആരംഭിക്കുന്നത് ബസ്മല കൊണ്ടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത്, ബസ്മല എന്നുള്ളത് ഖുർആനിന്റെ ഒരായത്തായിക്കൊണ്ട് വന്നിട്ടുണ്ട്. സൂറത്ത് നംലിലൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഏതൊരു സൂറത്തും പാരായണം ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതുകൊണ്ടാണ്, സൂറത്ത് ബറാഅത്ത് ഒഴികെ. സൂറത്ത് ബറാഅത്തിന് ബിസ്മില്ല വരാതിരിക്കാനുള്ള, അല്ലെങ്കിൽ ബസ്മല വരാതിരിക്കാനുള്ള കാരണം സഹാബികൾക്കിടയിൽ ഒരു ഖിലാഫ് വന്നതുകൊണ്ടാണ്. ബറാഅത്ത് അല്ലെങ്കിൽ തൗബ വേറൊരു സൂറത്താണോ അതോ അൻഫാലിന്റെ ബാക്കി തന്നെയാണോ എന്നുള്ള ഒരു ഖിലാഫ് ഉള്ളത് കൊണ്ടാണ് ബസ്മല കൊടുക്കാതെ രണ്ടായിക്കൊണ്ട് ആ സൂറത്ത് വരാനുള്ള കാരണം, അങ്ങനെ കൊടുക്കാനുള്ള കാരണം. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ ആശയം നമ്മൾ പറഞ്ഞു. ബിസ്മി എന്ന ബാഉൽ ഇസ്തിആനയാണ്, അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ടുള്ള ആ ബാ. ഇസ്മില്ല അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമങ്ങളെ തവസ്സുലാക്കിക്കൊണ്ട്, അതിനെ വസീലയാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടുകയാണ്. ഈ സമയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും നമ്മൾ ഓർമ്മിപ്പിക്കാറുള്ള കാര്യമാണ്, അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഏറ്റവും വസീലയാക്കാൻ, തവസ്സുൽ ചെയ്യാൻ ഏറ്റവും യോജ്യമായിട്ടുള്ളത് അള്ളാഹുവിന്റെ നാമങ്ങളാണ്. എന്താണ് നമ്മുടെ ആവശ്യം, അതിന് യോജിച്ച നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് തേടുക എന്നുള്ളത് അത് അള്ളാഹുവിന് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. രണ്ട്, അത് ഉത്തരം ചെയ്യപ്പെടാൻ കൂടുതൽ സാധ്യതയുള്ള കാര്യമാണ്. അതിന് അള്ളാഹുവിന്റെ നാമങ്ങളെ അറിയണം, ഏത് സന്ദർഭത്തിൽ ഏത് നാമമാണ് ഉപയോഗിക്കേണ്ടത് എന്നറിയണം. അപ്പോൾ ബിസ്മില്ല എന്നുള്ള വാക്ക് പറയുമ്പോൾ ഇസ്മുൽ ജലാലയാണ് അള്ളാഹ് എന്നുള്ളത്, അതിലേക്ക് ഇളാഫത്ത് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ നാമങ്ങളെയും ഉദ്ദേശിച്ചുകൊണ്ടാണ്, ആ തവസ്സുലാക്കിക്കൊണ്ടാണ് ആ ഇസ്തിആനത്ത് ചെയ്യുന്നത്. പിന്നെ വന്നത് അർ റഹ്മാൻ അർ റഹീം എന്നുള്ള പദമാണ്. ആ രണ്ട് നാമങ്ങൾക്ക് ഓരോ നാമത്തിനും രണ്ടർത്ഥങ്ങളുണ്ട്. റഹ്മാൻ എന്നുള്ള പദത്തിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് റഹ്മാൻ എന്ന് പറഞ്ഞാൽ റഹ്മത്തുൻ ആമ്മ, വിശാലമായിട്ടുള്ള അർത്ഥം, വിശാലമായിട്ടുള്ള കാരുണ്യമുള്ളവൻ എന്നുള്ള അർത്ഥം. അങ്ങേയറ്റം വിശാലമായ കാരുണ്യമുള്ളവൻ, അതിനേക്കാൾ അപ്പുറത്തേക്ക് കാരുണ്യം ഒരാൾക്കുണ്ടാകില്ല.
അതാ വസ്നിന്റെ അർത്ഥം കൂടിയാണ്. ഫഅലാൻ എന്നുള്ള ആ ഉപയോഗത്തിന്റെ, ആ പദത്തിന്റെ ഉപയോഗം കൊണ്ടുള്ളതാണ്. അതുപോലെ തന്നെ അതിന്റെ മറ്റൊരർത്ഥമാണ് എല്ലാവർക്കും, മുഅ്മിനാവട്ടെ, കാഫിറാവട്ടെ, ഫാജിറാവട്ടെ, മുത്തഖിയാവട്ടെ, എല്ലാവർക്കും കാരുണ്യം ചൊരിയുന്നവൻ എന്നുള്ള അർത്ഥം. ആ രണ്ടർത്ഥങ്ങളാണ് റഹ്മാൻ എന്നുള്ളത്. റഹീം എന്നുള്ളതിന്റെ അർത്ഥം എല്ലാവരോടും പൊതുവായി റഹ്മത്തുൻ ആമ, പൊതുവായി കാരുണ്യം കാണിക്കുന്നവൻ എന്നുള്ള അർത്ഥം. രണ്ടാമത്തെ റഹീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരർത്ഥം മുഅ്മിനീങ്ങൾക്ക് പ്രത്യേകമായി പരലോകത്ത് കാരുണ്യം നൽകുന്നവൻ എന്നുള്ള അർത്ഥം. അതുപോലെ തന്നെ റഹ്മത്ത് ചൊരിയുന്നവൻ എന്നുള്ള അർത്ഥവും. റഹ്മാൻ എന്ന് പറഞ്ഞാൽ കാരുണ്യമുള്ളവൻ, റഹീം എന്ന് പറഞ്ഞാൽ റഹ്മത്ത് ചൊരിയുന്നവൻ. റഹ്മാൻ എന്ന് പറഞ്ഞാൽ എല്ലാവരോടും കാരുണ്യമുള്ളവൻ, റഹീം എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളോട് മാത്രം പ്രത്യേകമായി കാരുണ്യമുള്ളവൻ. ഇത് അള്ളാഹുവിന്റെ മഹത്തായ അള്ളാഹ് എന്നുള്ള നാമത്തിനോടൊപ്പം പറയുന്ന രണ്ട് നാമങ്ങളാണ് റഹ്മാൻ എന്നുള്ള പേര്. ഖുർആനിൽ വേറെയും സന്ദർഭങ്ങളിൽ കാണാം റഹ്മാൻ എന്നുള്ള പേരിന്റെ പ്രസക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ബസ്മല കൊണ്ടാണ് ബഖൂനി റഹിമഹുല്ലാഹ് ഈ ഒരു കവിത ആരംഭിക്കുന്നത്. ഇൻഷാ അള്ളാഹ് കവിതയുടെ വരികളിലേക്ക് അടുത്ത ദർസിൽ നമുക്ക് പ്രവേശിക്കാം. അതിലെ ഓരോ ബൈറ്റിലുമായിക്കൊണ്ട് ഓരോരോ ഇസ്തിലാഹാത്തുകൾ പറയുന്നുണ്ട്. ചെറിയ രീതിയിൽ അതിനെ വിശദീകരിച്ചുകൊണ്ട് അതിന്റെ ആശയത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പഠിക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ എന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ഒന്ന് ആ ഹദീസിന്റെ ഇസ്തിലാഹാത്തുകൾ, മുസ്തലഹാത്തുകൾ ക്രോഡീകരിക്കപ്പെട്ട ഒരു ചരിത്രമാണ് പ്രധാനമായിട്ടും നാം സൂചിപ്പിച്ചത്. അതിൽ ബൈഖൂനി റഹിമഹുള്ളയുടെ ഈ ഒരു ബൈത്തിന് വളരെയധികം സ്വീകാര്യത ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് ധാരാളം ഷർഹുകൾ, ആധുനികരാവട്ടെ ഈ ഒരു കാലഘട്ടത്തിന് 400 വർഷത്തിന്റെ ഇടയിൽ ധാരാളം ഷർഹുകൾ അതിന് എഴുതപ്പെട്ടിട്ടുണ്ട്. ഈ ആധുനിക കാലത്ത് തന്നെ ധാരാളം ആളുകൾ അതിനെ വിശദീകരിച്ചു. ഈ ഒരു ഫന്നിനോട് ഇഷ്ടമുള്ള ആളുകൾക്ക് വിശദീകരിക്കാൻ ഏറ്റവും എളുപ്പത്തിൽ സാധിക്കുന്ന, അല്ലെങ്കിൽ അതിനോട് താല്പര്യം തോന്നുന്ന രീതിയിലാണ് ബൈഖൂനി റഹിമഹുല്ലാഹ് ബൈത്തുകളിൽ വളരെ എളുപ്പത്തിൽ ആ കാര്യങ്ങളെ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ ബൈത്തുകൾ പഠിക്കാം. അപ്പോൾ എല്ലാവരും പഠിക്കാൻ താല്പര്യവും ആഗ്രഹവും കാണിക്കുക. ഇതൊരു കാര്യം അറിയുക എന്നുള്ളത് തന്നെ വലിയൊരു ഇൽമാണ്. കാരണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ, ഈ ഇസ്തിലാഹാത്തുകൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഹദീസിനെ പറ്റി കേൾക്കുമ്പോൾ തന്നെ, ഹദീസിനെ കുറിച്ച് വായിക്കുമ്പോഴും ഹദീസിനെ പറ്റി കേൾക്കുമ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു വിശാലത ഒരിക്കലും പഴയ പോലെ ആകില്ല. അതിൽ ഒരു ഹദീസിനെ പറ്റി കേൾക്കുമ്പോൾ ആ ഹദീസ് ഇങ്ങനെയാണ്, ഇതിങ്ങനെയാണ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളത് തന്നെ വലിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് നല്ല ഇഖ്ലാസോടുകൂടി, ആഗ്രഹത്തോടുകൂടി പഠിക്കാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.